ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിരട്ട കൊണ്ട് ബാർബി ഡോളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 2-3 വീഡിയോ ആയിട്ട് ചിരട്ട തന്നെയാണ് മെയിൻ താരം. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരി ബാഗാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രം വെച്ച്. എന്നിട്ട് അത് നമ്മളൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഇത് റിലയൻസിൻ്റെ മറ്റേ നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന കൂടില്ലേ, ആ കൂടാണ്. നൈലോണിൻ്റെ ഒരു സൈസ് തുണിയില്ലേ, അങ്ങനത്തെ ഒരു തുണിക്കൂടാട്ടോ. നമ്മൾ എന്നിട്ട് കുറേ സർക്കിൾസ് പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ നൈസായിട്ട് നമ്മൾ ചെറിയ ഓരോ പീസായി ഒരു ചെറിയൊരു റിങ്ങായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. പണ്ടൊക്കെ നമ്മളിങ്ങനെ പേപ്പർ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കലായിരുന്നു, അതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ റോൾ ചെയ്താൽ മാത്രം മതി. സിമ്പിളാണ് ചെയ്യാനായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കയ്യിലിട്ട് തന്നെ റോൾ ചെയ്താൽ മതി. നമുക്കൊരു ചെറിയൊരു റോസാപ്പ് പോലത്തെ ഒരു ഇതായിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമ്മൾ ഇതേപോലെ ഒത്തിരി DIYs ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ മതി. ഞാനപ്പോൾ അങ്ങനെ കുറേ റോസാപ്പൂ ചെയ്തെടുത്തിട്ടുണ്ട്. റോസാപ്പൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പൂവ്. ഇപ്പോൾ ഒരു 10-30 എണ്ണത്തിന് മേളിലുണ്ട്. എന്നിട്ട് നമ്മൾ ചിരട്ട എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പൂവായിട്ട് ചിരട്ടയിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏത് ചിരട്ട എടുത്താലും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അതിനകത്ത് ചിരട്ട സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ചിരട്ടയിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം, കോക്കനട്ട് ഷെൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ വീഡിയോയും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഒരു മൂന്ന് വീഡിയോയിലധികം ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിരട്ട കൊണ്ട് തന്നെ. നമ്മളെന്നിട്ട് ചിരട്ടയിൽ ഫുള്ള് അത് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഡോളിന് വേണ്ടിയുള്ള ഫേസൊക്കെ വരയ്ക്കാം. ശരിക്കും ഒരു ബാർബി ഡോൾ പോലെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. വരയ്ക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മളെന്നിട്ട് ഒരു ബോണ്ട് പേപ്പറിലാട്ടോ വരച്ചെടുക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, ഇത് മറ്റേ ഡോളിൻ്റെ പകുതി ഭാഗം വരയ്ക്കുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഡ്രസ്സായിട്ടാണ് നമ്മുടെ ഈ ചിരട്ട ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി അത്രയും ഭാഗം മതി, നമുക്ക് പകുതി ഭാഗം വരെ വരച്ചെടുത്താൽ മതി. ബോഡി പാർട്സൊക്കെ വരയ്ക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുണ്ട്. നമ്മുടെ ചാനൽ അങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. 0.5K എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 530 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി അധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. 1K അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കടമ്പ എത്രയും പെട്ടെന്ന് കടക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇനിയുള്ള പ്രാർത്ഥന. അപ്പോൾ നിങ്ങളുടെ കൂടി സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. നിങ്ങളുടെ ഇങ്ങനെയുള്ള DIY ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഡോളിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സ്കെച്ച് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കളർ പെൻസിൽ മേടിച്ചതിൻ്റെയും അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. ഇത് ആർട്ട്ലൈൻ്റെ കളർ പെൻസിലാട്ടോ നമ്മൾ മേടിച്ചേക്കുന്നത്.
വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ 1K ആവാനായിട്ട് എല്ലാവരുടെയും ഒരു കട്ട സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ബാർബി ഡോളിൻ്റെ ഏകദേശം പണിയൊക്കെ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കൈ ഒന്ന് ചെറുതായിട്ട് ശരിയാവാണ്ടായിരുന്നു, അത് നമ്മൾ മാച്ചിട്ട് ഒന്നുകൂടെ കൈ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കണം. കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ചിരട്ടയിലേക്ക് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു നമ്മുടെ ബാർബി ഡോള്. തീർന്നിട്ടില്ല, ഇനിയും പണിയുണ്ട്. നമ്മളെൻ്റെ ബാർബി ഡോളിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ചെറിയ ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ ബീഡ്സ് വെക്കുന്നുള്ളൂ. ആ ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷനാണെന്ന് പറയാനും നല്ലൊരു അട്രാക്റ്റീവ്നെസ് ഫീൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഫുൾ പണി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ ബാർബി ഡോള്? കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു ദിവസം നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.